മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. യൂത്ത് പ്രെയർ എന്നാണ് ഇതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. അന്നേരം കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്ത് ഞാൻ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കപ്പെട്ടൊരു സമയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്തായിരുന്നു. ഞാൻ പറയുന്നു, അതെൻ്റെ യൗവനത്തിൽ നല്ല സമയത്തിന് കർത്താവിനെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയം. ഞാൻ കണ്ട കർത്താവിനെ നിങ്ങളോടൊന്ന് പകർന്നു തരാൻ മാത്രമേ കർത്താവിനെ ആക്കിയിട്ടുള്ളൂ. അത് ഏറ്റെടുക്കുക, അത് നടക്കുക എന്നുള്ളത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് നടക്കുക. ജസ്റ്റ് പാട്ടുകൾ പാടി, ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് പാടി കർത്താവിനെ ഒന്ന് ആരാധിച്ച് ദൈവവചനത്തിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യം എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ് യൗവനക്കാരോടൊക്കെ ഒന്ന് പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ക്രിസ്തു യേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി എക്സ്പെക്റ്റേഷനോടൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്കേറെ സന്തോഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല വിൻഡോയിലും നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അതിനേക്കാളൊക്കെ സന്തോഷമായിട്ട് എന്നെ സന്തോഷിപ്പിച്ച ഒരു വിൻഡോ ഉണ്ട്, ഹാപ്പി ഹോം എന്ന് പറഞ്ഞ്. അതിനകത്ത് സന്തോഷത്തോടെ ഒത്തിരി കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സന്തോഷവതികളായ കുഞ്ഞുങ്ങൾ, സന്തോഷവാന്മാരായ കുഞ്ഞുങ്ങൾ. അവരെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ഉയർത്തുന്നു. കാരണം എല്ലാം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് എല്ലാ വിൻഡോയിലും കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വലിയ മുതിർന്നവരുണ്ട്. ഞാൻ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. നാം ആരാധിക്കുമ്പോൾ എന്തിനായിട്ട് കർത്താവിനെ ആരാധിക്കണമെന്നറിയാമോ? ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ നാം എന്ത് ചെയ്യണം? കർത്താവിനെ ആരാധിക്കണം. അങ്ങനെയാണെങ്കിൽ നാം അടുത്ത് പാടാൻ പോകുന്നൊരു പാട്ട് ഇങ്ങനെയാണ്: കർത്താവേ, കഴിഞ്ഞ ആണ്ടിൽ നീ എന്നെ കാത്തു പരിപാലിച്ചതിന് നന്ദി. 2021 കർത്താവ് എന്നെ പരിപാലിച്ചെന്ന് പറയുന്നവർ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? 2021 കർത്താവ് എന്നെ പരിപാലിച്ചു. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാൻ പോവാം. കഴിഞ്ഞ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നയോളം എന്നെ നടത്തി. എങ്ങനെയാണ് നടത്തിയത്? കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും, എന്നിട്ടോ തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും, പിന്നെയോ തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. താലോലിച്ചിടും തായെ പോലെ, താലോലിച്ചിടും തായെ പോലെയും. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും, പിന്നെയോ തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. താലോലിച്ചിടും തായെ പോലെയും, താലോലിച്ചിടും തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ
എന്നേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ചോദിച്ചതിലും നീനച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും, ചോദിച്ചതിലും നീനച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും, എൻ കഴിവിന ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലെ എല്ലാമേകിടുന്നതും. എൻ കഴിവിന ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലെ എല്ലാം നൽകിയിടുന്നതും. അളവില്ലാതെ ഈ നിമിഷം വരെ, അളവില്ലാതെ ഈ നിമിഷം വരെ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നേശുവേ. കഴിഞ്ഞയാണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും എങ്ങനെ നന്നായി നടത്തി പടം. കഴിഞ്ഞയാണ്ടുകൾ എങ്ങനെ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി എങ്ങനെ നന്നായി നടത്തിയത്. കാൽ കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും, പിന്നെയോ തോളിൽ വാഹിച്ചും അപ്പനെ പോലെ. കാൽ കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. താലോലിച്ചിടും തായെ പോലെയും, താലോലിച്ചിടും തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ പടം. യേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. ചേർന്നേശുവേ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. ചേർന്നാരാധന അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം. ആ സ്നേഹമുള്ള നാഥനെ ഉയിരു തുറന്ന് ആരാധിക്കാം. അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ.
നല്ല നാഥനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. എന്നേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. ശകല്യാധിയാർദ്ദനെ, അചൽ പ്രവനിയാർദ്ദനെ, ശകൽ ചേരിയാർദ്ദനെ, നിന്റെ സ്നേഹം വലിയത്, നീ നടത്തുന്ന പാതകൾ വലുത്, നിന്റെ സ്നേഹം മാധുര്യമേറിയത്. വഴിയില്ലാത്തടത്ത് വഴിയും ഇടമില്ലാത്തടത്ത് ഇടവും ഇഷ്ടതയില്ലാത്തടത്ത് സാധ്യതകളും നീ ഞങ്ങൾക്ക് വേണ്ടി അസ്തമിച്ചിടത്ത് നിന്ന് ഉദയത്തെയും നൽകി തരുന്ന നല്ല നാഥനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. എന്നേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. നല്ല നാഥനെ അങ്ങേ മാത്രം ആരാധന കൊടുത്തുകൊണ്ട് പാടിയ യേശുവിനാരാ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ. നല്ല നാഥനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ. നല്ല നാഥനെ കാൽക്കല്ലിൽ തട്ടാറെ കാരം പീഡിച്ചും പിന്നെ തോളിൽ വാഹിക്കും. എന്നപ്പനെ പോലെ കാൽക്കല്ലിൽ തട്ടാതെ തോളിൽ വാഹിക്കും, പിന്നെ താലോലിച്ചിടും. എന്നപ്പനെ പോലെ താലോലിച്ചിടും. തായെ പോലെയും താലോലിച്ചിടും, തായെ പോലെയും. കാല് കല്ലിൽ തട്ടത്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ പരിപാലനം. നമുക്കുള്ളവരൊക്കെ പരിപാലിച്ചു കഴിഞ്ഞാൽ എന്തേലും തട്ടലും മുട്ടലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. തട്ടലും മുട്ടലും ഉണ്ടാവും. കുഞ്ഞുങ്ങളെ, നമ്മളെ കളിയാക്കരുത്. എത്ര പേരാ എത്ര വട്ടം തട്ടി, എത്ര വട്ടം മുട്ടി, എത്ര വട്ടം തകർക്കാൻ നോക്കി. അവിടെ എല്ലാം പ്ലാൻ ഇട്ടത് ദൈവമായിരുന്നു. കാൽ കല്ലിൽ തട്ടാതെ കരത്തിൽ വഹിച്ചു, എന്നിട്ടോ തോളിൽ വഹിച്ച്. ആരെ പോലാ? ഒരപ്പനുണ്ടെന്നുള്ള ബോധ്യത്തോടെ. മനസ്സിലായോ? ഒരപ്പൻ നമുക്കുണ്ട്. ഈ ലോകത്തിലുള്ളവർക്കെല്ലാം ലിമിറ്റേഷൻസും പരിമിതി ഉള്ളപ്പം കാൽ കല്ലിൽ തട്ടാതെ വഹിക്കുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. തോളിൽ വഹിക്കും. കഴിഞ്ഞ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതേ സമയം വരെ നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കര ഒന്നുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ കൈവിടാത്തത് കർത്താവ് മാത്രം. ഞാൻ എൻ്റെ ടെസ്റ്റിമോണി ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാനായിട്ട് താല്പര്യപ്പെടുക. 2009 എല്ലാം തകർന്നവനായിട്ട്, എല്ലാ രീതിയിലും തകർന്നവനായിട്ട്, വീട്ടുകാർക്കും കൊള്ളത്തില്ല, പഠിക്കാൻ വിട്ടതും കൊള്ളത്തില്ല, എവിടെല്ലാം ചെന്ന് കയറി അവിടെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലൊരു ജീവിതവും ചരിത്രമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെയുള്ളിടത്തുനിന്ന് ദൈവം എന്നെ കരം പിടിച്ചുയർത്തി. കാൽ കല്ലിൽ തട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അവൻ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാ കുഞ്ഞെ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ജീവിതത്തിൽ ഇരുളുകളെല്ലാം വന്നപ്പോഴും കൈവിടാതെ നടത്തിയ നല്ലൊരു പിതാവിനെയാണ് നാം ആരാധിക്കുന്നത്. 2009 എൻ്റെ വിദ്യാഭ്യാസം ഒരു അട്ടർ ഫ്ലോപ്പായി മാറി. ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് എഴുതാനും പറ്റിയില്ല. എല്ലാം കൊണ്ടും അങ്ങ് തോറ്റും പോയി. സപ്ലിയോട് സപ്ലി, പരീക്ഷയ്ക്കെല്ലാം അങ്ങ് തോറ്റ്. ഞാൻ 2009 എൻ്റെ +2 എഴുതിയപ്പോൾ എൻ്റെ +2 അധ്യാപകർ, എൻ്റെ ട്യൂട്ടോറിയക്കാർ, ഞങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സാറുകളുണ്ട്. അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ട്യൂട്ടോറിയക്ക് എല്ലാ വർഷവും 100% വിജയമുള്ള ഒരു ട്യൂട്ടോറിയാണ്. പക്ഷേ ഈ പ്രാവശ്യം 99 കിട്ടത്തുള്ളൂ. കാര്യം എന്നാണെന്നറിയാവോ? ഫ്ലെവി ഒരാൾ പഠിക്കുന്നുണ്ട്. ഫ്ലെവി ഒന്നിനും കൊള്ളത്തില്ല. ഫ്ലെവി പഠിക്കാൻ മോശമായത് കാരണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം 99 കിട്ടത്തുള്ളൂ. പക്ഷേ ദൈവം വിശ്വസ്തനായിരുന്നു. ഫ്ലെവി എങ്ങനെയോ പാസ്സായി. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം പാസ്സാക്കി. അവർ പറഞ്ഞ പോലെ അവർക്ക് 99 കിട്ടിയുള്ളൂ. ആരെയൊക്കെയോ ആ വർഷം തോറ്റും പോയി. ഞാനൊരു കാര്യം പറയട്ടെ. കരയുന്നൊരു മാതാവും പിതാവും, കരയുന്നൊരു പാസ്റ്റർ, കരയുന്നൊരു സഭ, കരയുന്ന ആരൊക്കെയോ നമ്മുടെ പുറകിലുള്ളതാ ജീവിതത്തിലെ സകല ജയത്തിനും കാരണം. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ടോ? കരയുന്നതിനെ മാനിക്കുന്ന ദൈവം. തിരുവചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ എങ്ങനെ കൊയ്യും?
കരഞ്ഞുകൊണ്ട് കൊയ്യുമെന്നാണോ? അല്ലല്ലല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബൈബിൾ തെറ്റാ. എൻ്റെ ബൈബിൾ പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം മറന്നാലും തിരുവചനത്തിനകത്ത വാക്യങ്ങൾ നിങ്ങൾ മറക്കരുത്. തോൽവിയുടെ മുഖത്ത് അതുച്ചരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. കഴിഞ്ഞ ആണ്ടിൽ തോൽപ്പിച്ചടത്ത് അതേ വിഷയം നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ വരുമ്പോൾ ധൈര്യത്തോടെ പറഞ്ഞോണം, തോൽക്കാനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചത്. ഈ പ്രതിസന്ധിയും കടന്നു പോകുവാൻ, അതിനെയും തരണം ചെയ്യുവാൻ ദൈവം എൻ്റെ കരത്തിന് ശക്തി നൽകും. അതിന് വചനം വാളായി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ പറഞ്ഞോണം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ എങ്ങനെ കൊയ്യും? എനിക്കറിയാം നിങ്ങളുടെ മൈക്കെല്ലാം മ്യൂട്ട്സ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചുണ്ട് അനക്കുന്നത് ഏതാനും കുറച്ച് പേരൊക്കെ, എനിക്കറിയാം ജോലിയുടെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളത് കാണുമ്പോൾ, നിങ്ങളത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യാൻ പോവാന്ന്. ജീവിതത്തിൽ കണ്ണുനീരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി കരയറ്റിയോണം. എല്ലാ തോൽവികൾക്കും നന്ദി. നിൻ്റെ മുഖം കാണാൻ അതിടയായി. ഹല്ലേലൂയ. എല്ലാ കണ്ണുനീരിനും നന്ദി. ആമേൻ. കർത്താവിൻ്റെ ക്രൂശ് ചുമപ്പാൻ അത് കാരണമായി തീർന്നു. നമുക്ക് ആ പാട്ടൊന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എന്നിട്ട് ബാക്കി സെഷനിലോട്ട് കടന്നു വരാം. നമുക്ക് പറയാം, ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധിയിലും ദൈവമാണ് നമ്മളെ നിലനിർത്തിയത്. എന്നെ നിത്യതയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ പ്രതിസന്ധി വന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് ആ വരി പാടി കർത്താവിനെ ആരാധിക്കാം. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരൈ മുള്ളുകൾ പനിനീർപ്പൂവോ, ശോധനൈ ചൂളയതി പൊന്നുപോലെ. താഴ്വരൈ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനൈ ചൂളയതി പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. പാടാമോ? എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾ നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. പാടാമോ? എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണും അതു നീ പറഞ്ഞേ നന്ദിയോടെ. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ മുഖം കാണുക അതു നീ. എല്ലാ തോൽവികൾക്കും
എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണും അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. പറഞ്ഞ താഴ്വരയിൽ മുള്ളുകൾ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. എങ്ങനെ? താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും പറഞ്ഞ താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം പാടാമോ? നിൻ സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം. ആഗ്രഹമുള്ളവരെല്ലാവരും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം ചേർന്നു പാടാം. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. പാടിയാട്ടെ. ആരാധന കരേറ്റു. ആരാധന യേശുവിക്ക്, ആരാധന യേശുവിക്ക്. ഉന്നതൻ ആരാധന യേശുവിക്ക്. ആരാധന യേശുവിന്. ആരാധന യേശുവിന്. എൻ്റെ നാഥൻ ആരാധന യേശു. ആരാധന യേശു തുझे. ആരാധന യേശു തുझे. പാടാം. ആരാധന യേശു തുझे. ആരാധന യേശു തുझे. ആരാധന യേശുവിനെ. ആരാധന യേശു. ആരാധന യേശു. പറഞ്ഞേ. കഴിവല്ല, ഇത് കൃപയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, കൃപയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, ദയ. പാടാമോ? കഴിവല്ല ദൈവമേ, കഴിവല്ല, നിൻ കൃപയാ. ഇത് കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, ദയയാണ്. ഞങ്ങളിതുവരെ എത്തുവാ. പറഞ്ഞേ. നീയാ കാരണം, നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാ. കാരണം ആരാ? നീ മാത്രം എൻ യേശുവേ. ഒരിക്കൽ കൂടെ ഞങ്ങളിത്
ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. പാടാമോ? കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല. ഏൽപ്പിച്ചു കൊടുത്ത് പാടിയാണ്. ഇത് ദയയാണ്, ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല ദയയാണ്. എത്ര അർത്ഥസമ്പുഷ്ടമായ വരിക കുഞ്ഞുങ്ങളെ. എത്ര വലിയൊരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. കഴിവല്ല കൃപയ, ബലമല്ല ദയ. കഴിവ് തോക്കുന്നിടത്ത് കൃപ തികഞ്ഞു വരും, ബലം തോക്കുന്നിടത്ത് ദയ തികഞ്ഞു വരും. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. തിരുവചനം പറയുന്നു, കഴിവിനെ കൃപയെപ്പറ്റി പറയുന്നൊരു സ്ഥലമാണ് പൗലോസിനോട് കർത്താവ് സംസാരിച്ചേ. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ തന്നെ തിരുവചനം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ, ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്ന പോലെ എൻ്റെ ദയ തൻ്റെ ഭക്തരോട് വലുതായിരിക്കുന്നു. ദയ വലുതും കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതുമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ച് പാടിയല്ലോ, കഴിവല്ല കൃപയാന്ന്. ഇത് കൃപയാ. ഈ അച്ചാച്ചൻ ഇന്നും മൈക്കും കൊണ്ട് നിൽക്കുന്ന കൃപയാ. ഇവിടെ അച്ചാച്ചന്മാരെ കീബോർഡ് വായിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കൃപയാ, കഴിവല്ല. കഴിവുള്ളവരെ എല്ലാം ലോകം എടുത്തു, കഴിവില്ലാത്തതിനെ ശേഷിപ്പിച്ചു. പക്ഷേ ദൈവം കഴിവില്ലാത്ത ഞങ്ങളെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുക്കുന്നു. ദൈവം ലോകത്തിന് അടയാളമാക്കി വെക്കുന്നു. കഴിവില്ലാത്ത നമ്മളെ മതി കർത്താവിന്. ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പഠിക്കാനാണോ കുറവ്? തമ്പുരാൻ നോക്കുന്നില്ല അതൊന്നും. ജ്ഞാനത്തിൻ്റെ സമ്പൂർണ്ണതയിലല്ല കർത്താവിൻ്റെ കൃപയിരിക്കുന്നത്, നമ്മുടെ ബലഹീനതയിൽ. ഞാനൊരു ഇച്ചിരിയുടെ കാര്യമായിട്ട് പറയാം. ഞാൻ ആരാണെന്നും മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്നൊരു കർത്താവാണ് ദൈവം. എൻ്റെ കുറവ് ഇന്നതാണെന്നും മനസ്സിലാക്കി എന്നെ അറിയുന്ന ഒരാളുണ്ട്, അതാണ് ദൈവം. പപ്പയ്ക്ക് എന്നെ അറിയാം, മമ്മിക്ക് എന്നെ അറിയാം, ഫ്രണ്ട്സിന് എന്നെ അറിയാം. പലവർക്കും പല ആംഗിളിൽ കൂടെ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് ഞാനൊരു ഫ്രണ്ടാ. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഞാൻ ആരാ? അവർ മകനാ അല്ലെ മകളാ. നമ്മളാരാ? മകനാ മകളാ. പക്ഷേ ഉള്ളതുപോലെ അറിഞ്ഞ ആരാണ്? നമ്മൾ ഉരുവാക്കിയവനാണ്. ഉള്ളതുപോലെ അറിയുന്ന ആരാണ്? ഫ്രണ്ട്സും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധങ്ങളേ ഉള്ളൂ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏത് ബന്ധമാണ് ഉള്ളത്? കുഞ്ഞുങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. സഭയിലെ ശുശ്രൂഷകനും നമ്മളുമായിട്ട് ഏത് ബന്ധമാണ് ഉള്ളത്? സഭയിൽ വന്ന് ആരാധനയിലുള്ള, സഭാ ശുശ്രൂഷയിലുള്ള ബന്ധമാണുള്ളത്. പക്ഷേ ഇവർക്ക് ആർക്കും നമ്മുടെ ആകത്തുകകളെ, നമ്മുടെ ചിന്തയുടെ ഇൻറ്റൻസിറ്റിയെ, മനസ്സിലായോ? നമ്മുടെ വെയിറ്റേജിനെ, നമ്മുടെ ദുഃഖത്തിൻ്റെ വെയിറ്റേജിനെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ കണ്ടാക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഉരുവാകുന്നതിന് മുൻപേ എന്നെ മനസ്സിലാക്കിയ ആൾക്ക് മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഞാൻ ആരാണെന്നും എവിടെല്ലാം പോകുമെന്നും എന്തെല്ലാം തെറ്റിൽ അകപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും അറിയാവുന്ന ഒരാൾ ആരാണ്? കർത്താവാണ്. അതുകൊണ്ടാണ് ഏദനിൽ കർത്താവ് എന്തെല്ലാം പറഞ്ഞു കൊടുത്തത്? ആദാമിനോട് പറഞ്ഞു കൊടുത്തു, നടുക്കുള്ള വൃക്ഷത്തിനെ എന്ത് ചെയ്യരുത്? തൊടരുത്, അത് ജീവവൃക്ഷമാണ്, ഫലമുണ്ട്,
കാരണം കർത്താവിനറിയാം ഇത് പറഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോവും, പറഞ്ഞില്ലെങ്കിൽ വീഴ്ച സംഭവിക്കും. കുഞ്ഞെ, എന്നെ അറിയാം. ആദിയിലെ നമ്മുടെ വല്യപ്പച്ചനാകുന്ന ആദാമിനെ നല്ലപോലെ മനസ്സിലാക്കി ഏതെങ്കിലാക്കി വെച്ച കർത്താവിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ആദാമ് സുഖമായിരിക്കുന്നോ, അതാ ഓക്കെ ആണോ എന്നൊക്കെ അറിയാനായിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നൊരു കർത്താവായിരുന്നു. ആ കർത്താവ്, അന്ന് ഇറങ്ങി വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പം അതിനേക്കാളിൽ ഗൗരവത്തോടെയാണ് നമ്മളെ കാണുന്നത് എന്ന് പറഞ്ഞ് വീഴ്ചകൾ വന്നാൽ നമ്മളധികം തള്ളിക്കളയുമെന്നാണോ? അല്ല. ബലഹീനതയിൽ കൃപ തന്നിട്ടുണ്ട്. കൃപയിൽ തൂങ്ങി പറഞ്ഞോണം, ദൈവമേ തെറ്റുപറ്റി, എനിക്ക് വന്നു ചേരണം, തിരിച്ചു വരണം. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. തെറ്റുപറ്റിയാലും അവൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരും, മാക്സിമം ചാൻസ് തരും എന്ന് പറഞ്ഞ് കൃപയിൽ നമ്മൾ ക്ലിങ് ചെയ്ത് നിൽക്കരുത്. ഞാൻ പറയുന്നത് തെറ്റായിട്ട് കൃപയെ നിങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കരുത്. എനിക്കൊരു ദൈവം ഉണ്ടല്ലോ, എത്ര തെറ്റ് പറ്റിയാലും ദൈവത്തിനടുത്ത് വന്ന് പറയാലോ. അതല്ല, ഇതൊരു ബോധ്യമാണ്. തിരിച്ചു വന്ന് എനിക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കൃപയിൽ എനിക്ക് തിരിച്ചു വന്ന് പറയാൻ പറ്റും, ദൈവമേ പറ്റിപ്പോയി, ഞാൻ തിരിച്ചു വരുന്നു. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ, സാഹചര്യത്തിൽ പറ്റിപ്പോയതാ ഒരു തെറ്റ്. പക്ഷെ ഉള്ളതുപോലെ അറിയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വന്നിട്ട് പറയണം, ദൈവമേ ഞാൻ യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ. ആ പാട്ടറിയാമോ? നമ്മൾ ഒരുമിച്ചൊന്ന് പാടാൻ പോവുക. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ ആര് തള്ളിയില്ല? കർത്താവ് തള്ളിയില്ല. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ ചിരിച്ച മുഖത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരമെല്ലാം ഉയർത്തി. നിങ്ങളൊന്ന് നിങ്ങൾക്ക് ബോറായോ? ഈ അച്ചാച്ചൻ എന്തൊക്കെയോ അങ്ങ് പറയാണോ? ബോറായില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെയൊക്കെ പല്ലൊക്കെ എനിക്ക് കാണാം, ചിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയിൽ എങ്കിലും ഈ കൊമ്പിനെ തള്ളിയിൽ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ
ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവൻ എന്നോട് ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവൻ എന്നോട് ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു, നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരും, നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ബലഹീനനെന്ന് കർത്താവിന് തോന്നിയപ്പം കർത്താവ് പറഞ്ഞൊരു വാക്കാ. നമ്മൾ കുറവുള്ളവരെന്ന് കർത്താവിന് തോന്നിയപ്പം കർത്താവ് പറഞ്ഞൊരു വാക്കാ. ബലഹീനനെന്ന് എനിക്ക് തോന്നുമ്പോഴും ബലഹീനതയിൽ ഞാനുണ്ട്. നാം സംസാരിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തെ പറ്റിയാണ്. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് തെറ്റുകളുണ്ട്, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ കൃപ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ സ്നേഹം അത് നമ്മൾക്ക് ഒരിക്കലും മുതലെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല, മറിച്ച് ദൈവസന്നിധിയിൽ അടുത്തിയല്ല. തിരുവചനം പറയുന്നു, ബലഹീനൻ എന്ന് കരുതിയപ്പോൾ അന്നാളിൽ അവൻ എന്നോട് എന്തു പറഞ്ഞു? ശക്തനാക്കുന്നവൻ ഞാനുണ്ട്. ശക്തിയുള്ളൊരു കർത്താവുണ്ട്, ശക്തിയോടെ നമ്മളെ നടത്താമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണ്ടേ? ഈ ദൈവം നമ്മുടെ ദൈവമായിട്ടുണ്ട്, ഇന്നും എന്നും നമ്മുടെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അതിനൊരു ആമേൻ പറയാമോ നിങ്ങൾക്ക്? നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാൻ പോകുക. മുട്ടൊന്നും വരത്തില്ല, ബാധ നമ്മളെ തൊടത്തില്ല. ഇന്നും എന്നും എന്നെന്നും നമ്മുടെ ദൈവം നമ്മുടെ ദൈവമായിട്ടുണ്ട്. കരമെല്ലാം ചേർത്തടിച്ച് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. സന്തോഷത്തോടെ എല്ലാ കരവും അടി. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. പറയാമോ? മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. കരമടിച്ച് ചേർന്ന് അടുത്ത വരി ഇങ്ങനെ പറയുന്നത്, പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഭൂവിലില്ല, ആരാധനയിൽ മധ്യ തകരാത്തതായി യാതൊരു മതിലും മുന്നിലില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മുൻപിലുള്ള മതിലുകളെ നോക്കി വെല്ലുവിളിച്ചു പാടുക. പ്രാർത്ഥനയുടെ മുൻപിലും ആരാധനയുടെ മധ്യത്തിലും തകരാത്തതായിട്ട് ഒന്നുമില്ല. കരമെല്ലാം ചേർത്തടിച്ച് ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കും.
മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിൽ ചേർന്ന് പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും മുൻപിലില്ല. ആമേൻ 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 ചേർന്ന് ആമേൻ 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 ജയത്തോടെ ആമേൻ 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 ചേർന്ന് മുട്ടൊന്നും വരികയില്ല. ബാധ നമ്മെ തെല്ലും തോടു. എങ്ങനെ ചേർന്ന് പാടാ. മുട്ടൊന്നും വരികയില്ല. ബാധ നമ്മെ തെല്ലും തോടുക. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മാറുകയില്ല. ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ ആമേൻ. ആ കോറസ് ഒന്ന് പാടാമോ ചിരിച്ചോണ്ട്? ആമേൻ ആമേൻ. കുഞ്ഞുങ്ങളെല്ലാം കരമടിച്ച് ആമേൻ 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 ആമേൻ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകയില്ല. ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേൻ ആമേൻ ആമേൻ. ആ കരമെല്ലാം വീശി ആമേൻ ആമേൻ ആമേൻ. എല്ലാ കരമൊന്ന് ഉയർത്തി ആമേൻ 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 ആമേൻ. പറയാമോ? നമുക്കെതിരായി വരും ആയുധങ്ങൾ അത് പാലിക്കയില്ല, നമ്മെ തോടുകയില്ല. പിന്നെയോ വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ പുതുഗാനത്താൽ നമ്മെ പറഞ്ഞേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ പാലിക്കയില്ല, നമ്മെ വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ പുതുഗാനത്താൽ. പറഞ്ഞേ. ഇന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകയില്ല. ഒരു നാളിലും ഒരിക്കൽ കൂടെ ഇന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവം. മാറുകില്ല, അവൻ മറക്കുകയില്ല. ഒരു നാളിൽ കരമെല്ലാം അടിച്ച് ആമേൻ 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 ആമേൻ. വിശ്വസിച്ച് പാടിയാണ്, അവന്റെ വാഗ്ദത്തമാണ്. ആമേൻ 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 ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞ് ആമേൻ 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 ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ചേർന്ന് യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തി പുകഴ്ത്തി. എൻ പ്രിയ യേശുവേ ഞാനെന്നു വാഴ്ത്തി ചേർന്ന് യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീത. ചേർന്ന് യേശുവെന്ന നാമം. അവനെ ഉയർത്തി ചേർന്ന് പാടാം. എന്നാത്മാവ് ഒരിക്കൽ കൂടെ
യേശു എന്ന നാമം, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തി. അതുകൊണ്ട് ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി വീശി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമുക്കെതിരായ ആയുധങ്ങൾ ഒരുങ്ങുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. കുഞ്ഞുങ്ങളെ, നമ്മൾ പോകുന്ന വഴിയിൽ പോലും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കതറിയത്തില്ല. മുതിർന്നവരെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്കതറിയത്തില്ല. പക്ഷെ ഒരു കാര്യം തിരുവചനം പറയുന്നു, നമുക്കെതിരായി വരുന്ന ആയുധങ്ങൾ അത് ഫലിക്കത്തില്ല, അത് ഏശത്തില്ല. കാരണം എന്നാ? വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുവാൻ കഴിവുള്ളൊരു കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വിലാപങ്ങളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 2009 എൻ്റെ ജീവിതത്തിൽ വിലാപങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉള്ള വർഷമായിരുന്നു. ഇന്ന് ഞാൻ പുതുഗാനത്തോടെ നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയിലെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, യൗവനക്കാരുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ, മുതിർന്നവരുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ, ഈ കാണുന്ന ചിരി തന്നത് കർത്താവാ, ഈ കാണുന്ന സൗണ്ട് തന്നത് കർത്താവാ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം വിശ്വസ്തനായിരുന്നു. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങളിലും ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവമായിരുന്നു. നമുക്കറിയാമോ, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്കുള്ളവരെല്ലാം മാറും, അവരെല്ലാം പറഞ്ഞ വാക്ക് മാറ്റി പറയും. പക്ഷേ യഥാർത്ഥമായി വിശ്വസിക്കുക, ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, അപ്പൻ അറിയുന്നതിന് മുൻപേ എന്നെ ദൈവം കണ്ടു. എവിടെ കണ്ടു? നിത്യതയിൽ കണ്ടു. എൻ്റെ ഭാവി അത് താതൻ്റെ കയ്യിലാണുള്ളത്. നമുക്കൊരുമിച്ച് അതേ വരിയൊന്ന് പാടാം. ഇന്ന് പകലിൽ എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ വാക്യം ആ വചനം ഒന്ന് പറയാം. അപ്പൻ അറിയുന്നതിന് മുൻപേ അവൻ എന്നെ കണ്ടു, അവൻ നിത്യതയിലെ എന്നെ മനസ്സിലാക്കി, എൻ്റെ ഭാവി അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. പാടാമോ? അപ്പനറിയും. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഹല്ലേലൂയ. ചേർന്ന് പാടാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാമോ? ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഓർത്തുപാടിയാട്ടെ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പറയാം, സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എന്നും എൻ്റെ ബലം. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. നൽകി എന്നിൽ അഭിഷേകം. അതുള്ളവരെല്ലാവരും അഭിഷേകം, അത് തന്നെ എൻ്റെ ബലം, അതു തന്നെ എന്നും എൻ്റെ ബലം. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ. ചേർന്ന് പാടിയാട്ടെ. അഭിഷേകം സമ്പത്തായിട്ടുണ്ട്. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ മറ്റൊന്നുമില്ലേ. അഭിഷേകം എന്റെ സമ്പത്താണ്, തുല്യം ചൊല്ലാൻ വേറൊന്നും. അതുകൊണ്ട് ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു അന്ത്യനുമേ. പറഞ്ഞ ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു ആദിയില്ല, തെല്ലും. ഇന്ന് രാത്രി ആദി മാറട്ടെ. ഭാവിയെ ചൊല്ലിയുള്ള ആശങ്കകൾ മാറട്ടെ. വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഭയം മൂടുമ്പോൾ ഭയങ്ങൾ അപ്പാടെ മാറട്ടെ. കർത്താവിന്റെ കരം ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതിശക്തമാകുന്ന ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, മാതാപിതാക്കളുടെ അകത്തുള്ളെങ്കിൽ സഭയുടെ അകത്തുള്ളത്തിൽ അത് വ്യാപരിക്കട്ടെ. ആരുമില്ല എന്നുള്ള ഭീതിയിൽ കഴിയുന്നുണ്ടെങ്കിൽ അനാഥത്വം മാറട്ടെ. യേശുവിൻ നാമം. ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, ഇന്ന് രാത്രി
ഇല്ലാതായി മാറും. ആദ്യനും ഈ അവസാന നിമിഷങ്ങളിൽ യേശു നിന്റെ കൂടെ ഇറങ്ങുന്നു. ആൽഫ ഇറങ്ങുന്നു, ഒമേഗ ഇറങ്ങുന്നു. നിന്റെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നവൻ. അവൻ നന്നായി നിന്റെ കാര്യങ്ങളെ നടപ്പാക്കുന്നു. ജീവിതങ്ങൾ അപ്പാടെ മാറുന്നു. പറഞ്ഞേ, ആദിയില്ല, ആദിയില്ല വെല്ലും ഭീതി യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ, നീ മാത്രം ബോധപ്പെടണം. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നീതി വെളിവാകണം. യേശു അന്ത്യനുമേ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. പാടാമോ? യേശു, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. ചേർന്ന് പാടിയാണ്. യേശു, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരും. യേശുവേ, യേശു ആരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. ഹല്ലേലൂയ. ആദികളെ മാറ്റുന്നത് കർത്താവാ. നമ്മുടെ സമയം, ഇനി കർത്താവിൻ്റെ ദാസൻ തന്ന സമയം ഏതാണ്ട് തീരാറായിരിക്കുന്നു. ഞാൻ ടൈം നോക്കാതെ ഒരു കാര്യം, ചെറിയൊരു കാര്യം കൂടെ എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയണമെന്നൊരു ബോധ്യം. ഞാൻ ഈ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പല പാട്ടുകളും പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു. ഞങ്ങൾ പല പാട്ടുകളും കണക്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടല്ല വന്നേ. പക്ഷേ ദൈവാത്മാവിലൊരു നിയോഗം കിട്ടുമ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും നല്ല ദൈവസാന്നിധ്യത്തെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് താല്പര്യപ്പെടുക. ഞാൻ ഈ പാട്ട്, ഈ വരി ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ, ആദിയില്ല ഭീതിയില്ല എന്നുള്ള വരി പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞൊരു സമയത്തെ, ഏതാണ്ട് എൻ്റെ മോനിപ്പം 2.5 വയസ്സുണ്ട്. അവൻ എൻ്റെ വൈഫ് ക്യാരിയിങ് ആയിരുന്ന സമയത്ത് എന്നെ ഒത്തിരി വിഷമിപ്പിച്ച, ഞങ്ങളെ കുടുംബമായി ഒത്തിരി ദുഃഖിപ്പിച്ച ഒരു വാർത്തയുണ്ടായി. അത് മറ്റൊന്നുമല്ലായിരുന്നു, എൻ്റെ വൈഫിന് ചെറുപ്പത്തിൽ ക്യാൻസർ ആയിരുന്നു. അവൾ 18ാമത്തെ വയസ്സിൽ ക്യാൻസറിനെ കർത്താവ് ഹീലാക്കി. ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് കിടന്നു, തലയിലെ മുടിയെല്ലാം പോയി. അങ്ങനെ ഒരു ബാല്യമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എൻ്റെ ബാല്യം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ തകർക്കപ്പെട്ടു, പല രീതികളിൽ ഉടയ്ക്കപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ മോനെ ക്യാരിയിങ് ആയിരുന്ന സമയത്ത്, എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞിനെ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് ഒത്തിരി ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം പണ്ടെടുത്ത മെഡിക്കേഷൻസ്, പണ്ട് നേരിട്ടിരുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതെല്ലാം ഞങ്ങൾക്കുണ്ടാകുന്ന തലമുറയെ ബാധിക്കുമെന്നുള്ള പേടി ഞങ്ങളെ ഭയപ്പെടുത്തി. ആരൊക്കെയോ ദർശനങ്ങൾ കണ്ടു, ആരൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു. അപകടം വരുന്നതിന് മുൻപ് തന്നെ ദൈവം ഞങ്ങളെ ബോധിപ്പിച്ചു, ശത്രു പദ്ധതി ഇടുന്നുണ്ട്. അന്നേരം എല്ലാം പാടി, അഭിഷേകം എൻ്റെ സമ്പത്താണ്, തുല്യം ചൊല്ലാനൊന്നുമില്ലേ, അഭിഷേകം എൻ്റെ സമ്പത്താണ്. ഒറ്റ വാക്കേ ഉള്ളായിരുന്നു, അഭിഷേകം മാത്രം സമ്പത്ത്. മെഡിക്കൽ സയൻസ് പറയുന്നതും സ്വപ്നക്കാരുടെ കൂട്ടവും അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോഴും അഭിഷേക സമ്പത്താണ് എന്ന് മാത്രം പാടി ജീവിച്ചു. അന്ന് സ്റ്റേജിൽ പാടി, ഇന്നും ഞാൻ പാടി. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, നിർത്തിയതാണ്. 2019 ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. കുഞ്ഞിനെ കാണാനൊരു ഭാഗ്യം, ഡെലിവറിയോടുള്ള ബന്ധത്തിൽ കാണാൻ പറ്റി. ഡെലിവറി എന്നെ ആ റൂമിൽ കയറ്റി, ഡെലിവറി ഞാൻ കണ്ടു. ഞാൻ എടുത്ത സമയത്ത് ഞങ്ങളുടെ കുഞ്ഞ് എന്താ പറയുന്നത്, ഈ ആദ്യമേ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവരെ കാണുമ്പം അവർക്ക് വലിയ സ്ട്രെങ്തോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ കാണുമ്പോൾ നല്ല കുഞ്ഞുങ്ങൾ, ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചാടുന്നു ഓടുന്നു, അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പം ഏതാണ്ട് ഒരു മാംസമിണ്ടം പോലെയൊക്കെ ഞാൻ കണ്ടത്. കാരണം എനിക്ക് വലിയ ജ്ഞാനോ ഇത് മെഡിക്കലായിട്ടുള്ള, നിങ്ങൾ പലരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി, നിയമേ ഇതെല്ലാം എന്നെ ആയി തീർന്നു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതും പാടിയതെല്ലാം എൻ്റെ വിശ്വാസമൊക്കെ പോയോ. പക്ഷേ എൻ്റെ വിശ്വാസത്തെ തകർക്കുന്നതായിട്ടൊന്നും ദൈവം ചെയ്തില്ലായിരുന്നു. കാരണം കുഞ്ഞെങ്ങനെയാണോ ജനിക്കുന്നത്, ഒരു കുഞ്ഞ് വരുമ്പോൾ അങ്ങനെയാണോ ഉണ്ടാകുന്നതെന്നുള്ളൊരു ബോധ്യം പോലും എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ,
ആ ഭീതിയെല്ലാം മാറ്റി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. അന്നും പാടി, ആദിയില്ല, ഭീതിയില്ല, ആദ്യനും യേശുവാണ്, അന്ത്യനും യേശുവാണ്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ തുടങ്ങാൻ മാത്രമല്ല കർത്താവിനറിയാവുന്നത്, അവനെ നന്നായി അവസാനിപ്പിക്കാൻ അവനറിയാം. ഒരു വിഷയത്തെ കൊണ്ടിട്ടിട്ട് യോബിനെ അതിൻ്റെ നടുക്കിട്ടിട്ട് പോയെന്നല്ല നമ്മൾ കണ്ടത്. അവൻ ചുഴലിക്കാറ്റ് പ്രത്യക്ഷനായെന്ന് 38-ാം അധ്യായം പറയുന്നു. കൊടുങ്കാറ്റ് സകലത്തെയും കൊണ്ടുപോയി. 38-ാം അധ്യായത്തിൽ വരുമ്പം ചുഴലിക്കാറ്റിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നു. കൊടുങ്കാറ്റ് കൊണ്ടുപോയതിനെ ചുഴലിക്കാറ്റിൽ തിരിച്ച് കറക്കി മടക്കി കൈ കൊണ്ടു കൊടുത്തൊരു തമ്പുരാനാണ് നാം സേവിക്കുന്ന തമ്പുരാൻ. കൊടുങ്കാറ്റ് കൊണ്ടുപോയതിനെ നോക്കി ആദിപ്പെടാനല്ല, ചുഴലിക്കാറ്റിൽ കറക്കി തിരിച്ച് നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു തമ്പുരാനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ധൈര്യത്തോടെ പറഞ്ഞോണം, അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ മറ്റൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അതുകൊണ്ട് ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, തെല്ലും ഭീതിയില്ല, ആദ്യനുമേ എൻ്റെ യേശു അന്ത്യനുമേ. ഹല്ലേലൂയ. സഭയൊന്ന് പാടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വമല്ല രാജാവിന് കരയിട്ട്. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിയുടെ രാജാവിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ എൻ്റെ ആവശ്യം, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് അറിയുമ്പോൾ എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് അതവൻ അറിയുമ്പോൾ എന്ത് ചെയ്യും? ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. അവൻ വിശ്വസ്തന. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര, പറഞ്ഞേ, എല്ലാം സമൃദ്ധിയായി, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര പറഞ്ഞേ, അവൻ വിശ്വസ്തന. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു അവൻ വിശ്വസ്തനാണ്. എൻ്റെ യേശു അവൻ നീതിമാനാണ്. ഈ ലോകത്തോട് എനിക്ക് പറയുവാനുള്ള മറ്റൊന്നുമില്ലേ. അവൻ വിശ്വസ്തനാണ്, അവൻ സൗഖ്യദായകനാണ്. എന്റെ ആന്തരിക വഴങ്ങളിൽ എനിക്ക് ദൈവം തരുന്ന സൗഖ്യം, എന്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന സൗഖ്യം, അതവന്റെ വിശ്വസ്തതയുടെ ഭാഗം. എല്ലാം സമൃദ്ധി നൽകിയിടുന്ന എൻ്റെ എത്ര വിശ്വസ്ത, എല്ലാം സമൃദ്ധി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര വിശ്വസ്ത. പ്രിയ ദൈവമേ, വിശ്വസ്തനായ അങ്ങുള്ളതുകൊണ്ട്, ഞങ്ങളുടെ ബലം അങ്ങിലുള്ളതുകൊണ്ട്, ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയിൽ ഞങ്ങളെ നടത്തുന്നതുകൊണ്ട്
ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയുന്നു. ദൈവമേ, കർത്താവിൻ്റെ ദാസനെയും സഭയെയും കുഞ്ഞുങ്ങളെയും യൂത്ത്സിനെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം സമ്പത്തായിട്ടുള്ളവർ, അഭിഷേകം കൈമുതലായിട്ടുള്ളവർ, അഭിഷേകത്തിൻ്റെ പുഷ്ടി നിമിത്തം ലോകത്തിൻ്റെ നുഖങ്ങളെ തകർക്കാൻ കഴിവുള്ളവരായിട്ട് ഈ കുഞ്ഞുങ്ങളെ മാറ്റുന്നത് കൊണ്ട്, കുടുംബങ്ങളെ മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ചർച്ച്.